ഒത്തൊരുമയോടെ ഒത്തിരി പ്രാർത്ഥനകളിലൂടെ ഇതാ നിങ്ങളെ മുന്നിലെത്തുന്നു 1ാം ക്ലാസ്സിലെ കൂട്ടുകാർ. നമുക്കൊരു ചായക്കട വിശേഷം കണ്ടാലോ? ആരെയും കാണാനില്ലല്ലോ. നല്ല കച്ചവടം നടന്നാൽ മതിയായിരുന്നു. ഇനിയില്ലേ ആൾക്കാരൊക്കെ വരുന്നത്? അതെ അതെ, എല്ലാവരും വരും. ഈ നോക്കൂ, കുറച്ചു പേര് ഇങ്ങോട്ടാണ് വരുന്നത്. എനിക്ക് സുഖമാ, നിനക്കോ? നിനക്കോ? നമ്മള് കൊറേ നാളായാലോ ചായ കുടിച്ച് സംസാരിച്ചാലോ? എന്തെങ്കിലും കഴിക്കേ വേണം. അതാ ഒരു ചായക്കട, നമുക്ക് അവിടെ ചായ കുടിച്ച് സംസാരിക്കാം. വാവാ ചേട്ടന്മാർ ശിശുമാരെ, ഇത് കണ്ട് ഇവിടെ ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഇവിടെ എണ്ണയിൽ വറുത്തതും എരിവുള്ളതും മധുരമുള്ളതുമായ ഒരുപാട് പലഹാരങ്ങളുണ്ട്. അതുമാത്രമല്ല, ചുട്ടെടുത്തതും ആവിൽ വേവിച്ചതുമായ ഒരുപാട് പലഹാരങ്ങളുണ്ട്. വയറ് നിറയെ കഴിച്ചാൽ എണ്ണയിൽ പൊരിക്കുന്നു. ഇത് കഴിക്കാൻ ചെറിയ എരിവുമുണ്ട്, എന്നാലും രുചിയുണ്ട്. 2 അക്ഷരമുള്ള ഞാനാര്. പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ കയറി വരാൻ പാടില്ല. ഇവിടെ നിന്ന് ചോദ്യം ചോദിച്ച ആളായിരിക്കും വിളിക്കുന്നത്. സ്റ്റേജിൽ ഇങ്ങനെ ഓടി കയറി വരാൻ പാടില്ല. ഓക്കെ, ഒന്നുകൂടി ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കേ. കൂടുതലും പേരൻസ് വരികയാണെങ്കിൽ നന്നായിരുന്നു. കുട്ടികൾ ഇതിന്റെ ഉത്തരം പറയുന്നതാണ്. അവർ ഇന്നലെയും പറഞ്ഞ കുട്ടികളെ, സമ്മാനം വാങ്ങിയ കുട്ടികളാണ് വരുന്നത്. അപ്പോ ചെറിയ എരിവുമുണ്ട്, എന്നാലും നല്ല രുചിയാണ്. 2 അക്ഷരമുള്ള ഞാനാര്. ആദിശ്വസസ് വട. വട്ടയിലയിലോ വാഴയിലയിലോ ആണ് വേവിച്ചെടുക്കുന്നത്. എനിക്ക് നല്ല മധുരമാണ്. ഞാൻ ആരാന്ന് പറയൂ കൂട്ടാരെ. ചോദ്യം അവസാനിച്ച ശേഷം മാത്രമേ ഉത്തരം പറയാവൂ. ഇന്നലെ കിട്ടിയവർക്ക് അവസരമല്ല, അല്ലാത്തവർ വേണം വരാൻ. പേരെന്താ? യാസീൻ. ഉത്തരം കിട്ടില്ല. അടുത്തത് ഞാൻ വായിച്ചു തരാം. എന്നെ ആവിയിലാണ് വേവിക്കുന്നത്. എന്റെ കൂടെ പയറും പാവും കടലയും ഒക്കെ കഴിക്കാറുണ്ട്. എന്താണെന്ന് പറയാമോ? എന്നെ കാണാൻ പരന്നിരിക്കും, എന്നെ ചുട്ടെടുത്ത് കഴിക്കും. അരിമാവും ഉഴുന്നുമാവും ചേർന്നാൽ പിന്നെ ഞാനായി. പറയൂ, ഞാനാരാ? കുട്ടികൾ പറയുന്ന ഉത്തരം ഇന്ന് നമ്മൾ എടുക്കുന്നില്ല. ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ കുട്ടികൾക്കായിരുന്നു അവസരം. ഇന്ന് മുതിർന്ന ആൾക്കാർക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്കാണ് അവസരം. ആരെങ്കിലും മുന്നോട്ട് വന്ന് ഉത്തരം പറയേണ്ടതാണ്. മുതിർന്ന ആൾക്കാർക്കാണ് അവസരം നൽകുന്നത്.
പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പറഞ്ഞു. സ്റ്റേജിലോട്ട് വാ. പേരെന്ത്? ആർഷ. ഉത്തരം? ദോശ. കൈയടി കൊടുക്കണേ. ഞാൻ നല്ല മധുരമാണ്. നല്ല മധുരമാണ്. ഞാൻ ഉണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പല പല കളറിൽ കാണുന്നു. അതെന്താണെന്ന് അറിയാം. അമ്മമാര്, അച്ഛനോ അമ്മയോ ആരെങ്കിലും, മുതിർന്ന ആൾക്കാർ ആരെങ്കിലും ഉത്തരം പറയണം. വാ, വരൂ. പേരെന്താ? സജന. ലഡു. എല്ലാവരും ഒരു കൈയടി കൊടുക്കണേ. ഇന്നലെ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിലെ കൊച്ചു കുട്ടികളാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നെ കഴിക്കാൻ നല്ല എരിവാണ്. എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. എൻ്റെ പേരിൻ്റെ കൂടെ വട എന്നും കൂടി കൂടിയിട്ടുണ്ട്. പേരെന്താണ്? ശാലിനി. ഉത്തരം? മുളക് വട. എല്ലാരും കൈയടിച്ച. കടങ്ങത് മതിയാക്കണേ. ഇനി കുടിക്കാൻ 3 ചായ തന്നാട്ടെ. കഴിക്കാൻ എന്താണ് വേണ്ടത്? 3 വട. എത്രയായി? 3 ചായക്ക് 30 രൂപ, 3 വടക്ക് 15 രൂപ, ആകെ 45 രൂപ. 50 രൂപ. ഇതാ ബാക്കി 5 രൂപ. താങ്ക് യു. എനിക്ക് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമൊന്നും വേണ്ട. ആവിയിൽ വേവിച്ച ഭക്ഷണമുണ്ടോ? ഉണ്ടല്ലോ. പുട്ടും ഇലടയും ഇടിയപ്പം എല്ലാം ഉണ്ടല്ലോ. നമുക്ക് പാഴ്സൽ മതിയോ മക്കളെ? മതിയമ്മേ. പുട്ടും പഴവുമായാലോ? മതിയമ്മേ. എത്ര രൂപയാകുമോ എന്തോ? ഇവിടെ ഒരു ബോർഡ് എഴുതി വച്ചിരിക്കുന്നു. ഞാനും വായിക്കാം. ചായ 10, വട 5, പൊട്ട് 10, പഴംപൊരി 10, ഉഴുന്നുവട 10, ഉള്ളിവട 10, ദോശ 10, ചപ്പാത്തി 10, പത്തിരി 10, ഇലട 10, ഇടിയപ്പം 10, പഴം 1 കിലോ 20, ലഡു 5, മുളക് ബജി 10, ഇലട 10. 2 കുറ്റി പുട്ടും 1 കിലോ പഴവും തന്നാട്ടെ. ആരോൺ പറഞ്ഞത് ശരിയാണ്. 40 രൂപ. 2 കുറ്റി പുട്ടിന് 20ഉം 1 കിലോ പഴത്തിന് 20ഉം കൂടി ചേർത്ത് 40 രൂപ. ഇതാ 50 രൂപ. ബാക്കി
10 രൂപ. അമ്മയെ ഓഡിയൻസിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവർക്ക് വരാവുന്നതാണ്. ഓരോരുത്തർ വീതം വരണേ. എന്താ വേണ്ടത്? ഒരു വട. എത്ര രൂപ? 5. ഒരു വടയ്ക്ക് 10 രൂപ. 5 രൂപ. 10 രൂപ. ഒരു ലഡു. 5 രൂപ. ഒരു വടയും. 10 രൂപ. ബാക്കി 10 രൂപ. സമൂസ. 2 രൂപ. 10 രൂപ. അടുത്ത കച്ചവടം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നതാണ്. അമ്മേ അറിഞ്ഞോ, ഇടനില സ്കൂളിലെ കൂട്ടുകാർ ഇന്നും നമ്മുടെ ജംഗ്ഷനിലെ പടോത്സവം നടത്തുന്നു. നമുക്ക് കണ്ടാലോ? ഹലോ, ഹലോ 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 ചെക്ക്. ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ. ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ. വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ. വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ.